അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗം 39, ഹദീസ് നമ്പർ 79. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അമാനാനി, 2 അമാനുണ്ടായിരുന്നു. അമാനി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി. 2 സെക്യൂരിറ്റി റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. റുഫിഅ അഹദുഹുമ, ഒന്ന് ഇപ്പോൾ ഇല്ല, ഒന്ന് പോയി. വബഖിയൽ ആഖറു, മറ്റൊന്ന് ഇപ്പോഴും സ്റ്റിൽ അവൈലബിൾ ആണ്. എന്നിട്ട് മഹാനവറുകൾ ഒരു ആയത്തോതി. എന്താണ്? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഇതാണ് ഒന്നാമത്തെ അമാൻ. എന്താണ്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങൾ ആ സമൂഹത്തിനോടൊപ്പം, അറബികളോടൊപ്പം ഉള്ള സമയത്തൊക്കെയും ആ അറബികളെ, അതല്ലെങ്കിൽ തങ്ങൾ ഏതിൻ്റെ കൂടെയാണോ ഉള്ളത്, അവരെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ആ സമൂഹം ഏതൊരു സമൂഹമാണെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ വിശ്വസിച്ച് യഥാർത്ഥ രൂപത്തിൽ പടച്ചവനെ ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും അല്ലാഹു തആല അവരെയും ശിക്ഷിക്കുകയില്ല. ഇവിടെ നാം ഇന്ന് പഠിക്കാൻ പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു ഉമ്മത്ത്, ഒരു സമുദായം, ഒരു സമൂഹം വിശ്വസിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട്, അതല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ പരിഹസിച്ചു എന്ന കാരണം കൊണ്ട് ഒരിക്കലും ആ സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു തആല നശിപ്പിക്കുന്നില്ല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമാണ്. ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ത്വായിഫിൽ നിന്ന് തിരിഞ്ഞു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, തങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ ഇതാ ഖുറൈശികളെ ഒന്നടങ്കം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? വേണ്ട, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും മുസ്ലിമായി കഴിഞ്ഞാൽ അതല്ലേ ഖൈറ് എന്ന്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് പഠിക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിലാഷമനുസരിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ ഒന്നടങ്കം നശിപ്പിക്കുകയില്ല. ഏതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം, അതല്ലെങ്കിൽ ഹൂദ് നബി അലൈഹിസ്സലാം, അതല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ സമൂഹം അവരുടെ പ്രവാചകന്മാരെ എതിർത്തപ്പോൾ, വിശ്വസിക്കാതിരുന്നപ്പോൾ ഒന്നടങ്കം അവരെ നശിപ്പിച്ചു. തൂഫാനിറക്കി, അതല്ലെങ്കിൽ മറ്റു പല വഴികളിലൂടെ, ഘോര ശബ്ദത്തിലൂടെ ഒരു സമൂഹത്തെ മൊത്തം നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിൽ കൊടുങ്കാറ്റിറക്കിയും മറ്റുമൊക്കെ പഴയകാല സമൂഹങ്ങളെ ഒന്നടങ്കം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തെ ഒരിക്കലും ആ നിലക്ക് നശിപ്പിക്കുകയില്ല. കാരണം, ഒരൊറ്റ കാരണം മാത്രമാണ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്തായിട്ടാണ്, എല്ലാവർക്കും റഹ്മത്തായിട്ടാണ് ഇറക്കിയത്. അതായത് ഒരു കാഫിറിന് പോലും ദുനിയാവിൽ ശിക്ഷ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത കാരണമായിട്ട് നൽകുന്നില്ല. അവർക്കുള്ള ശിക്ഷയൊക്കെ പരലോകത്തേക്ക് അല്ലാഹു തആല നീട്ടിവെച്ചു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന വേറൊരു ഹദീസിൽ, ഇന്നി ലം ഉബ്അസ് ലഅന വ ഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ ഒരിക്കലും ശപിക്കുന്നവനായിട്ടല്ല എന്നെ അല്ലാഹു തആല അയച്ചത്, മറിച്ച് റഹ്മത്തായിട്ടാണ്. മറ്റൊരു ഹദീസിൽ, അന മുഹമ്മദുൻ വ അഹ്മദ് വൽ മുഖഫ വൽ ഹാഷിർ വ നബിയ്യു തൗബ വ നബിയ്യു റഹ്മ. മറ്റൊരു ഹദീസിൽ, ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തമായ ഹദീസുകളോട് പറയുന്നത്, ഞാൻ റഹ്മത്തിൻ്റെ പ്രവാചകനാണ്, തൗബയുടെ പ്രവാചകനാണ്, കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.